കുറേ പ്രാവശ്യം ഞാൻ സ്റ്റേജിൽ വെച്ചിട്ട് പാട്ട് തെറ്റിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ അത്രയും പോലും സീരിയസ് ആയിരുന്നില്ല. ഐ മീൻ റിയാലിറ്റി ഷോയെ പറ്റി ഞാൻ സീരിയസ് ആയിരുന്നില്ല. ഫസ്റ്റ് മേടിക്കണമെന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു നേരം പോക്ക് പോലെയായിരുന്നു എനിക്ക്. രാസയ്യ തേടിപ്പോയപ്പോ ഞാൻ കേട്ട മറ്റൊരു പാട്ടായിരുന്നു മയ്യ മയ്യ. മയ്യ മയ്യ റിയാലിറ്റി ഷോയില് യു ആർ പാർട്ട് ഓഫ് റിയാലിറ്റി ഷോ. അതെ, അപ്പൊ ഈ റിയാലിറ്റി ഷോയില് ഭദ്ര വന്നതും റിയാലിറ്റി ഷോ പൊതുവേ ഒരു മ്യൂസിക് സ്പേസിലുള്ള ആളുകൾ റിയാലിറ്റി ഷോനോട് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു പോസിറ്റീവായിട്ട് കാണാറില്ല എന്ന് കേട്ടിട്ടുണ്ട്. സോ ഹൗ കം യു ബിക്കേം എ പാർട്ട് ഓഫ് എ റിയാലിറ്റി ഷോ? അതും ഒരു ബിഗ് സ്റ്റോറിയാണ്. അതായത് വീട്ടില് വെറുതെ ഇരുന്നപ്പം എൻ്റെ അമ്മ പറഞ്ഞു, എന്നെ അമൃതയിൽ ഇത് കാണിക്കണം, ചുമ്മാ അയച്ചു നോക്കുക. ഞാൻ ഇതുവരെ അധികം കോമ്പറ്റീഷൻസിനൊന്നും പോയിട്ടില്ല. ഇവൻ കലോത്സവങ്ങൾക്ക് പോലും ഞാൻ പോയിട്ടില്ല അധികം. സ്കൂളിൽ നിന്ന് ഇങ്ങനെ സബ് ഡിസ്ട്രിക്റ്റിൽ വരെ പോവും, അത് പിന്നെ പ്രൈസ് ഒന്നും കിട്ടില്ല, തിരിച്ചു വരും. പിന്നെ അതിന്റെ മുകളിലേക്കൊരു ഗ്രോത്ത് എനിക്ക് ഉണ്ടായിട്ടില്ല. യു വർ ആക്ച്വലി ലേണിംഗ് കർണാട്ടിക് മ്യൂസിക് ആ സമയത്തൊക്കെ? അമ്മയുടെ അടുത്തുനിന്ന്, പിന്നെ അമ്മയുടെ ഗുരുനാഥൻ പൊൻകുന്നം രാമചന്ദ്രൻ സാറിന്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അഗൈൻ. പക്ഷെ ഞാൻ സീരിയസ് ആയിരുന്നില്ല. അപ്പം സൂപ്പർ സ്റ്റാർ ആക്ച്വലി ഹെൽപ് മീ. ആ റിയാലിറ്റി ഷോ എന്നെ കുറച്ചും കൂടി സീരിയസ് ആക്കി, മ്യൂസിക്കിനോട് സീരിയസ് ആക്കി. അപ്പൊ അതാണ് എനിക്ക് അതിനകത്ത് നിന്ന് ഏറ്റവും ഞാൻ ഗെയിൻ ചെയ്ത ഒരു കാര്യം ആ റിയാലിറ്റി ഷോയിൽ നിന്ന്. കാരണം ഓരോ പാട്ടുകളെ എങ്ങനെ കേൾക്കണം, എങ്ങനെ പഠിക്കണം, അതൊക്കെ ഞാൻ ആക്ച്വലി അവിടെ നിന്നാണ് പഠിച്ചത്. അതുവരെ ഞാൻ ഫിലിം സോങ്സ് പാടില്ലായിരുന്നു. അപ്പൊ അമ്മയാണ് ഇതുമാതിരി ടി വിയിൽ ആഡ് കണ്ടിട്ട് ശരി അയക്കുക. നമ്മൾ ഫസ്റ്റ് ഇവിടെ എറണാകുളത്തെ ഓഡിഷന് പോയപ്പം എനിക്ക് സെലക്ഷൻ കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് സെലക്ഷനോ, എനിക്ക് കിട്ടാൻ ഒരു വഴിയില്ല. അപ്പം അച്ഛൻ അന്ന് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുക. അപ്പം ഫൈനൽ ഓഡിഷൻ ട്രിവാൻഡ്രത്ത് വെച്ചാ. അപ്പൊ അച്ഛൻ പോണ കൂട്ടത്തിന് അച്ഛൻ്റെ കൂടെ കാറി കയറി ഇരുന്ന് ചുമ്മാ ഒരു ട്രിപ്പിന് പോയതാ ഞാനും അമ്മയും. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ റിസൾട്ട് ഒന്നും എനിക്ക് കിട്ടില്ല. പിന്നെ നിന്നിട്ട് വെറുതെ സമയം കളയണ്ടല്ലോ. അപ്പൊ അച്ഛൻ തിരിച്ചു വരുന്ന കൂട്ടത്തിൽ അച്ഛൻ്റെ കൂടെ തിരിച്ച് കാറിന് വന്നു. ഞങ്ങൾ ആലപ്പുഴ എത്തിക്കഴിഞ്ഞപ്പം എനിക്ക് കോള് വന്നു, ഭദ്ര ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞങ്ങൾ പോന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭദ്രയ്ക്ക് സെലക്ഷൻ ഉണ്ട്, ഫൈനൽ ഇതിൽ വന്നു. അപ്പൊ ഞാനും അമ്മയും കൂടി ഇങ്ങനെ നോക്കിയേ എനിക്ക് സെലക്ഷനോ. അങ്ങനെ റിയാലിറ്റി ഷോയിൽ യാതൊരു സീരിയസ്നെസ്സും ഇല്ലാണ്ട് കയറിയ ഒരാളാണ് ഞാൻ. ഫൈനൽ വരെ അങ്ങനെ തന്നെയായിരുന്നു, യാതൊരു സീരിയസ്നെസ്സും ഉണ്ടായിരുന്നു. എത്ര പ്രാവശ്യം എനിക്ക് തോന്നുന്നു കുറേ പ്രാവശ്യം ഞാൻ സ്റ്റേജിൽ വെച്ചിട്ട് പാട്ട് തെറ്റിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ അത്രയും പോലും സീരിയസ് ആയിരുന്നില്ല. ഐ മീൻ റിയാലിറ്റി ഷോയെ പറ്റി ഞാൻ സീരിയസ് ആയിരുന്നില്ല. ഫസ്റ്റ് മേടിക്കണമെന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു നേരം പോക്ക് പോലെയായിരുന്നു എനിക്ക്. അങ്ങനെ റിയാലിറ്റി ഷോയിൽ വന്നതാ. ഇന്നും എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ സീരിയസ്നെസ് ഇല്ല റിയാലിറ്റി ഷോ. പക്ഷേ ഐ തിങ്ക് ഇറ്റ് വാസ് യുവർ ഫസ്റ്റ് സോങ് അല്ലേ മയ്യ മയ്യ? അതിലെ ആ സോങ്ങിന്റെ എന്താ പറയാ, എനിക്ക് പറയാനറിയില്ല സംഗതികൾ, ആ ഏറ്റക്കുറച്ചിലൊക്കെ, ആ ഒരു ലെയേഴ്സ് ഒക്കെ ഭയങ്കര രസമായിട്ട് യു ഹാൻഡിൽഡ് ഇറ്റ്. ലൈക്ക് വെരി, നമ്മളിങ്ങനെ ഷീ ഈസ് സംബഡി ഹൂ ഈസ് ഗോയിങ് ടു ബി ബിഗ് എന്ന് തോന്നും ആ പാട്ട് കേൾക്കുമ്പോൾ. സോ ക്യാൻ യു സിംഗ് ദാറ്റ് ഇൻ ഫസ്റ്റ് ഫ്യൂ ലൈൻസ് ഓഫ് ഇറ്റ്? जो नील समंदर है, जो नील समंदर है, मेरे दिल का साहिल हूँ, मेरे दिल का साहिल हूँ, आकाश में അതിങ്ങനെ കേൾക്കുമ്പോ ആ പാട്ടിന്റെയും കൂടി പ്രത്യേകതയാട്ടോ അത്. അത് അങ്ങനത്തെ ഒരു കമ്പോസിഷൻ ആണ്. അത് ഇനി പിന്നെ മയ്യ മയ്യ വരുമ്പോഴത്തേക്കും അതിങ്ങനെ മാറും.